ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് ഫ്ലവർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇന്ന് എന്ത് പൂവിൻ്റെ വിശേഷമാണ്. റോസിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഏത് സബ്ജക്റ്റ് ഞാൻ ഇട്ടാലും ഏത് ചെടികൾ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ താഴെയൊക്കെ കമൻറ്റ് ഉണ്ടാവും, എൻ്റെ റോസ് കരിഞ്ഞു പോകുന്നു, എൻ്റെ റോസിന് എന്ത് വളമാണ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ റോസിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് റോസിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ടും പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ചെടികൾ, പൂക്കൾ വേഗം പൂടാനുള്ള ടിപ്സ്, നല്ല പോട്ടി മിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം റോസ് ഇഷ്ടമല്ലാത്ത ആരാണല്ലേ ഉള്ളത്? എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള റോസാണ് കേട്ടോ. റോസ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പൂവാണ്. മാത്രമല്ല ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ റോസാ ചെടികളുടെ അടുത്തേക്കാണ് പോവുക. അപ്പോൾ ഒരു പൂവൊക്കെ വിരിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ. ഒരു ദിവസം രാവിലെ ഒരു പുതിയ റോസ് പൂ കണ്ടാൽ തന്നെ എൻ്റെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം എന്തൊക്കെയായാലും റോസിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ പ്രണയത്തിൻ്റെ പ്രതീകമാണ് റോസ്. മാനസികമായ സന്തോഷം തരുന്ന ഒരു പൂവാണ് റോസ്. 5000 വർഷങ്ങളായി മനുഷ്യരുടെ ജീവിതത്തിൻ്റെ കൂടെ കൂടിയതാണ് കേട്ടോ റോസ്. ചുവപ്പ് റോസിനെ എപ്പോഴും പ്രണയത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ വെള്ള റോസ് എപ്പോഴും ഭംഗി തന്നെയാണ്. അത് വിശ്വാസം, അനുകമ്പ, സമാധാനം എന്നൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. റോസിൽ തന്നെ ഒരുപാട് കളറുകളുണ്ട്. കറുപ്പ് റോസ് വരെ ഇപ്പോൾ ഉണ്ട്. നീല റോസും കറുപ്പ് റോസും ഒക്കെ നമ്മുടെ നാട്ടിൽ റയറാണ്. എന്നാലും ഡബിൾ ഷെയ്ഡിലുള്ള റോസ്, സിംഗിൾ കളറ്, കൊലകൊലയായിട്ടുള്ള റോസ്, ഒറ്റ വലിയ റോസ്, അങ്ങനെ റോസിൽ തന്നെ ഒരുപാട് തരങ്ങളുണ്ട്. പിന്നെ റോസ് ചെടികൾ നിങ്ങൾ നടുന്നുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണ് കേട്ടോ. ഏകദേശം 6 മുതൽ 8 മണിക്കൂർ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് റോസ് സെറ്റ് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ പൂവുണ്ടാവുക. അത്യാവശ്യം വെള്ളവും വേണം. പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും നനയ്ക്കണം. എന്നാൽ മാത്രമാണ് റോസ് നല്ല രീതിയിൽ പൂക്കുകയും നിറയെ പൂക്കളുണ്ടാവുകയും ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ റോസിന് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഏറ്റവും നല്ലത്. അതിൽ NPK നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഉള്ള വളമാണത്. അത് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 1 സ്പൂൺ NPKക്ക് 1 ലിറ്റർ വെള്ളം. അത് നിങ്ങൾ ചെടിക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ കയ്യിൽ ഒന്ന് ഗ്ലൗസ് എന്തെങ്കിലും ഇടണം കേട്ടോ. നമ്മൾ ഡയറക്റ്റ് അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ കൈ കുറച്ച് കഴിഞ്ഞാൽ പുകയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഏറ്റവും നല്ല റോസ് നിറയെ പൂക്കളുണ്ടാവണമെങ്കിൽ NPK ആണ് കേട്ടോ നല്ലത്. പിന്നെ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സെല്ലൊക്കെ ഇടാം കേട്ടോ. എക്സെല്ലിൽ കുറച്ചെണ്ണം കളക്ട് ചെയ്ത് വെച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. വാഴപ്പഴത്തിൻ്റെ തൊലി നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് ഒന്ന് മണ്ണിളക്കി ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ വാഴപ്പഴം കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ വാഴയില എക്സ്ട്രാക്റ്റ്, വാഴയുടെ എല്ലാ കാര്യങ്ങളും, വാഴയുടെ കൂമ്പ്, ഇലകൾ ഒക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിലൊക്കെ നിറയെ പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യമാണ് നമ്മുടെ ഏത് ചെടികൾക്കും പൂക്കളുണ്ടാവാൻ സഹായിക്കുന്നത്. പിന്നെ നമുക്ക് സീമക്കൊന്ന ഇലയില്ല, അതും നല്ല എഫക്റ്റീവാണ് കേട്ടോ. റോസ് നാട്ടിൻപുറത്തിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ സീമക്കൊന്നയുടെ ഇല വെള്ളത്തിലിട്ട് വെച്ച് ഒരു 7 ദിവസം അങ്ങനെ വെക്കുക. കുറച്ചും കൂടി വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂവുണ്ടാവും കേട്ടോ. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചാണകപ്പൊടി ആകുമ്പോൾ എല്ലാ മാസവും ഇട്ട് കൊടുക്കണം. മാസത്തിൽ 1 തവണ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പോട്ടി മിക്സ് ആയിട്ട് റോസിന് എടുക്കേണ്ടത് മണ്ണും മണലും മിക്സ് ചെയ്തൊരു മണ്ണാണ് എടുക്കേണ്ടത്. ആദ്യം തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് പോട്ടി മിക്സ് ആയിട്ട് നല്ലൊരു പോട്ടി മിക്സ് ഞാൻ കാണിച്ചു തരാം. റോസിന് നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ് ഇതാണ് എടുക്കേണ്ടത്. മണ്ണും മണലും മിക്സ് ചെയ്ത് നമ്മുടെ ഗാർഡൻ സോയിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മുറ്റത്തൊക്കെയുള്ള മണ്ണെടുക്കുക. ആ മണ്ണും അതിൻ്റെ കൂടെ കുറച്ച് മണലും മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ വേപ്പിൻ പിണ്ണാക്കും ഇടുക കേട്ടോ. പക്ഷെ ഞാൻ വേപ്പിൻ പിണ്ണാക്ക് ഇടാറില്ല. അപ്പം പിന്നെ ഈ ചാണകപ്പൊടിക്ക് പകരം കമ്പോസ്റ്റോ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലുപൊടിയൊക്കെ ആണെങ്കിൽ അത് ഇടാം. അത് ഓപ്ഷനാണ്, നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് ചെയ്യുക. ഞാൻ എപ്പോഴും ചാണകപ്പൊടി, ജൈവ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പച്ചക്കറിയും പൂന്തോട്ടവും ഒക്കെ ആ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞങ്ങൾ ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ എപ്പോഴും ഇടാറുള്ളത്. അപ്പം മണ്ണും ഈ പോട്ടി മിക്സ് എടുത്താൽ മതി. മണ്ണും മണലും ചാണകപ്പൊടിയും
കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വെള്ളം എക്സസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വേര് ചീഞ്ഞ് പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പം ഇതാണ് ഏറ്റവും നല്ലൊരു പോട്ടിംഗ് മിക്സ്. പിന്നെ നിങ്ങൾ പോട്ട് എടുക്കുമ്പോൾ ഡ്രൈനേജ് ഹോളൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്യണം, നല്ല രീതിയിൽ ഹോൾ ഉണ്ടാക്കി വെക്കണം. അതല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ റോസ് നശിച്ചു പോകാനൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ലൊരു പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ റോസ് ഉണ്ടായി വരും കേട്ടോ. സാധാരണഗതിയിൽ റോസ് ഏറ്റവും പോപ്പുലറായി നിൽക്കുന്നത് വാലൻറ്റൈൻസ് ഡേക്കാണ് കേട്ടോ. പ്രണയം പറയാൻ വേണ്ടി ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് റോസാണ്. അന്നാണ് ഏറ്റവും കൂടുതൽ റോസ് വിറ്റഴിക്കപ്പെടുന്ന ഒരു ദിവസം കേട്ടോ, വാലൻറ്റൈൻസ് ഡേ. ഫെബ്രുവരി 14 തീയതിയാണ് ഏറ്റവും കൂടുതൽ റെഡ് റോസ് വിറ്റഴിക്കപ്പെടുന്നത്. പിന്നെ വിറ്റഴിക്കപ്പെടുന്ന റോസ് പിങ്ക് റോസാണ്. മദേഴ്സ് ഡേക്ക് ഏറ്റവും കൂടുതൽ മദേഴ്സ് ഡേക്ക് അമ്മമാർക്ക് കുട്ടികൾ വാങ്ങിക്കൊടുക്കുന്നത് പിങ്ക് റോസാണ്. പിന്നെ പൊതുവെ വെഡ്ഡിങ്ങിന് അതൊരു സമാധാനം ശാന്തി ഒക്കെയാണല്ലോ, അതുകൊണ്ട് തന്നെ വെഡ്ഡിങ്ങിന് വെള്ള റോസും പിങ്ക് റോസും പിന്നെ ചുവപ്പ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡെക്കറേഷനൊക്കെ വെള്ള റോസാണ് എടുക്കാറുള്ളത്. പിന്നെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ആണെങ്കിൽ ഒരു എല്ലാ കളറും റോസും എല്ലാവരും കൊടുക്കും. മഞ്ഞ കളറും വെള്ള കളറും ഒക്കെ കൊടുക്കാറുണ്ട്. ബർത്ത്ഡേ വിഷ് ആണെങ്കിലും പിങ്കും വെള്ളയും റോസസാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊടുക്കുന്നത്. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ 5000 വർഷം പഴക്കമുണ്ട് റോസിന്. ചൈന റോമൻ സംസ്കാരങ്ങളിലൊക്കെ 5000 വർഷം പഴക്കമുണ്ട് റോസിന് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഏറ്റവും പ്രചാരത്തിലുള്ള ചെടി ഏതാണെന്ന് ചോദിച്ചാൽ റോസ് തന്നെയാണ്. ഇപ്പം നമ്മൾ നല്ല സൺലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ റോസ് സെറ്റ് ചെയ്യണം കേട്ടോ. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ആളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് റോസ്. പക്ഷേ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നതിൽ ലീഫ് പ്ലാന്റ്സിന് ഒപ്പം നിൽക്കാൻ റോസിന് പലപ്പോഴും പറ്റാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ റോസിന് നല്ല വെയിൽ വേണം, നിറയെ പൂക്കൾ വേണമെങ്കിൽ നല്ല വെയിൽ വേണം. പൊതുവേ റോസിൻ്റെ ഇലകൾ മഞ്ഞയായി പോവുക, പിന്നെ ഇലകളിൽ കീടങ്ങളെ ആക്രമണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നീം ഓയിലാണ് കേട്ടോ. നിങ്ങളൊരു ബോട്ടിൽ നീം ഓയിൽ വാങ്ങുക, എന്നിട്ട് അതിലേക്ക് 10 തുള്ളി സോപ്പ് ഡിഷ് വാഷ് അത് മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് തളിച്ച് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. റോസിന് എപ്പോഴും വരുന്ന പ്രശ്നങ്ങൾ ഇല മങ്ങിപ്പോവുക, ഇല മഞ്ഞ കളറാവുക, ഇലയിലൊക്കെ വെള്ളപ്പൊടി തണ്ടിൽ ബ്രൗൺ കളറാവുക, ഈ പ്രശ്നങ്ങളൊക്കെ റോസിന് ഉണ്ടാവലുണ്ട്. അതൊക്കെ ഫംഗണൽ പ്രശ്നം കൊണ്ടും കീടങ്ങളാക്രമണങ്ങൾ കൊണ്ടും ആണ് കേട്ടോ. അതിന് നീം ഓയിൽ കൊടുത്താൽ മതി. പിന്നെ റോസിൽ പൂക്കൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് വെട്ടിക്കൊടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ പിന്നീട് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ വെറുതെ കുറേ വളർന്ന് വരുന്ന റോസിൻ്റെ ഇങ്ങനെ പരന്ന് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ റോസിൻ്റെ ഇലകളും ശാഖകളും, അതൊക്കെ വെട്ടി ഒതുക്കി കൊടുക്കണം. പിന്നെ ബഡ് ചെയ്ത റോസിനും അനാവശ്യമായി കുറേ പൂവിടാതെ നീണ്ടു വരാറുണ്ട്, അതും വെട്ടിക്കൊടുക്കണം കേട്ടോ. പിന്നെ പ്രൂണിങ് അത്യാവശ്യമായിട്ടുള്ളൊരു ചെടിയാണ് റോസ്. നല്ല രീതിയിൽ വെട്ടിക്കൊടുത്ത് എല്ലാ മാസവും വളം കൊടുത്ത് കഴിഞ്ഞ് വെയിലത്ത് ഒരു 8 മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുകയും 2 ദിവസം കൂടുമെങ്കിലും ഒരു തവണ വെള്ളം ഒഴിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ റോസ് നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റോസിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.